ഭീകരന്റെ കാലിലെ നഖം എന്നറിയപ്പെടുന്ന ഒരു ഫോസിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആക്ച്വലി ഗ്രിഫിയ എന്ന് പറയുന്ന ജീവിയുടെ ഫോസിലാണ് ഈ പറയുന്നത്. പക്ഷേ പണ്ട് കാലത്തുണ്ടായിരുന്ന ആൾക്കാർ അവർക്ക് ഈ പാറകളിൽ നിന്നും ബീച്ചിൽ നിന്നൊക്കെ ഈ സാധനം കിട്ടുന്ന സമയത്ത് അവർ കരുതിയത് അവരുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന പോലത്തെ ഏതോ ഒരു ഭീകരന്റെ കാലിലെ നഖങ്ങളാണ് ഈ കിട്ടുന്നതെന്നാണ്. നമുക്കിന്ന് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് സംസാരിക്കാം. ദിനോസറുകൾ ഭൂമിയിൽ വാഴുന്ന അതേ സമയത്ത് ഭൂമിയിൽ ജീവിച്ച മറ്റൊരു ജീവിയായിരുന്നു ഗ്രിഫിയ. നമ്മൾ ഇന്ന് കടലുകളിൽ കാണുന്ന ഓയിസ്റ്ററിന്റെയും കക്കയുടെയും അതേ ഫാമിലിയിൽ വന്നിരുന്ന ഒരു ജീവിയായിരുന്നു ഗ്രിഫിയ. മറ്റുള്ള ഷെൽ ജീവികളെ പോലെ തന്നെ ഇവയുടെ ഷെല്ലും കാൽസ്യം കാർബണേറ്റ് കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ലൈംസ്റ്റോൺ പാറകളിൽ ഇവ സ്ഥിരമായി തന്നെ കാണുന്ന ഒരു സംഗതിയാണ്. ഒരു ഫോസിൽ എന്നതിലുപരി ഇത് നിൽക്കുന്ന പാറയുടെ പ്രായം പരിഗണിക്കാനുള്ള ഒരു ഇൻഡെക്സ് ടൂളായിട്ടാണ് ഇത് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. വലിയൊരു നഖത്തിന് സമാനമായ രൂപമായിരുന്നതിനാലാണ് പണ്ടുള്ള ആൾക്കാർ ഇതിനെ ഡബിൾ സ്റ്റോനെയിൽ എന്ന് വിളിച്ചത്. ഇതുകൂടാതെ പല വിശ്വാസങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് യൂറോപ്പിൽ അക്കാലത്ത് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമാണ് ഇത് കയ്യിൽ വെച്ചാൽ വാദം മാറും എന്നുള്ള വിശ്വാസം. പക്ഷെ സത്യത്തിൽ ഇതിന് അങ്ങനെ ഒരു സൂപ്പർ പവർ ഒന്നും ഇല്ല കേട്ടോ. ഇതൊരു സാധാരണ കല്ല് തന്നെയാണ്. ഇത് കേട്ടാരും ചിരിച്ചു തള്ളേണ്ട കാര്യമില്ല. ഇന്നത്തെ ഈ യുഗത്തിലും ചില കല്ലുകൾ കയ്യിൽ വെച്ചാൽ ഭാഗ്യവും പൈസയും ഒക്കെ വരും എന്ന് വിചാരിക്കുന്നവർ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. എന്റെ ഇൻബോക്സിലും പല കമന്റ് ബോക്സുകളിലും അത്തരക്കാരെ ഞാൻ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് കല്ലുകളുടെ എനർജി എന്ന് പറയുന്നത് എന്തോ ഒരു സയൻസ് ഉള്ള ഒരു സംഗതിയാണെന്നാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതും മറ്റൊരു അന്ധവിശ്വാസം മാത്രമാണ്.